നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിൽ പോയാലേ അവിടെ ഒരു സാധനം കിട്ടും, ഗ്രീൻ ബീൻസ് മുട്ട മസാല. ഇപ്പോൾ ഒരുവിധം തട്ടുകടകളിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ആദ്യം കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നാണ്. അതുണ്ടാക്കാനായിട്ട് കുതിർത്ത ഗ്രീൻ ബീൻസ് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഉടയാതെ വേവിച്ചെടുക്കണം. 3 മുട്ട ഒരു നുള്ളുപ്പ് ചേർത്ത് കലക്കിയെടുക്കണം. ഇനി ഇത്തിരി എണ്ണ ചൂടാക്കി 2 അല്ലി വെളുത്തുള്ളി, 1 സവോള, 1 തക്കാളി, 2-3 പച്ചമുളക് അരിഞ്ഞത് എന്നിവയെല്ലാം ഒന്ന് വാട്ടിയെടുത്ത ശേഷം വേവിച്ച ഗ്രീൻ ബീൻസ് അതിലേക്ക് ചേർക്കാം. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനിയാട്ടോ ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കേണ്ടത്. 1/2 സ്പൂണോളം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും ചേർക്കാം. ഇതെല്ലാം നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ. ഇറക്കാൻ നേരം 1 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നല്ല മഴയല്ലേ, ചായയുടെ കൂടെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല രസമായിരിക്കും. അതും അല്ലെങ്കിൽ പ്രാതലായിട്ടും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ ഇനി തട്ടുകടയിൽ പോകണ്ടല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിക്കൂടെ?